നീ ചത്തില്ലേ രോമസിംഹ? ഞാൻ ചത്താൽ എന്താണ് ഉപകാരം? നീ ചത്താൽ അങ്ങനെ പ്രത്യേകിച്ച് ഉപകാരങ്ങളൊന്നുമില്ല. ഈ സോഷ്യൽ മീഡിയയുടെ അകത്ത് 24 മണിക്കൂറും വർഗീയത പറഞ്ഞുകൊണ്ടിരിക്കുന്ന കൂട്ടങ്ങളുണ്ടല്ലോ, ആ കൂട്ടങ്ങളുടെ ഇടയിലേക്ക് പുതിയതായി കടന്നു വന്ന നിന്റെ ഒരു കുറവ് അവിടെ സംഭവിച്ചു എന്നുള്ള ഒരു ആശ്വാസം മാത്രം ഉണ്ടാവും ജനങ്ങൾക്ക്. അല്ലാതെ വേറെ പ്രത്യേകിച്ച് ഒരു ഗുണങ്ങളും ഇല്ല, ഉപകാരവും ഇല്ല. നമസ്തേ, രാംസ് വോയിസിലേക്ക് വിട്ടു സ്വാഗതം. ദയവായി എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക. ഞാനിത് പറയാൻ വിട്ടുപോകുന്നതുകൊണ്ടാണ് ഇന്ന് ആദ്യമേ പറയുന്നത്. അപ്പോൾ മിത്രങ്ങളെ, സംഘികളെ, എല്ലാവരും കേട്ടോളീം. രാമസിംഹ അണ്ണൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, പരമാവധി ഷെയർ ചെയ്ത് അദ്ദേഹത്തിൻ്റെ പത്നിയിൽ നിന്ന് അയാളെ ഒന്ന് സഹായിക്കണം. അങ്ങനെ സംഘികളെ നിങ്ങൾ സഹായിച്ചാൽ നിങ്ങളെ തൃപ്തിപ്പെടുത്താനും സുഖിപ്പിക്കാനും 24 മണിക്കൂറും സോഷ്യൽ മീഡിയയിൽ, അതായത് യൂട്യൂബ് ചാനലിൽ വന്ന് രാമസിംഹ അണ്ണൻ ഇസ്ലാം മതത്തിന്റെ പച്ചർച്ചയിൽ നിന്ന് പരദൂഷണം പറഞ്ഞ് പരമാവധി സംഘികളെ നിങ്ങൾ സൂചിപ്പിച്ചെടുക്കുന്നതായിരിക്കും. രാമസിംഹ അണ്ണന്റെ ഒരു അവസ്ഥയാണ് ഇപ്പോൾ കാണുന്നത് നമ്മൾ. സംഘികളെന്തോ ആനമുട്ട പൊഴുങ്ങിയത് അണ്ണാക്കിലേക്ക് കുത്തിക്കയറ്റി തരുമെന്നുള്ള പ്രതീക്ഷയിൽ ഇസ്ലാം മതത്തിൽ നിന്നും ഹിന്ദു മതം സ്വീകരിച്ച് സംഘികളുടെ കോണവും അലക്കാൻ പോയതാണ്. പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും? സംഘികൾ രാമസിംഹ അണ്ണനെ തേച്ചൊട്ടിച്ചു. ഇപ്പൊ രാമസിംഹ അണ്ണനെ ജീവിക്കാൻ ഗതിയില്ലാത്ത ഒരവസ്ഥ വന്നു. അപ്പൊ പിന്നെ ഒരു യൂട്യൂബ് ചാനലും തുടങ്ങിയിട്ട് ആരിഫ് ഹുസൈൻ ജാമിദിന്റെ റേഞ്ചിലേക്ക് തരം താന്നു പോയല്ലോ എൻ്റെ രാമസിംഹ അണ്ണ. ഒന്നുമല്ലെങ്കിൽ നിങ്ങൾ ഒരു സിനിമ ഡയറക്ടർ അല്ലേ? ഇപ്പൊ സംഖ്യകളുടെ മുന്നിൽ പിച്ചെടുത്തുകൊണ്ട് ജീവിക്കുന്നു. എന്താ പറയുന്ന എന്താ രാമസിംഹണ്ണ, സ്വന്തം കഴിവുകളിൽ വിശ്വാസമില്ലെങ്കിൽ ഇതുപോലെ അടുത്തവന്റെ കോണകമലക്കി ജീവിക്കേണ്ട ഗതികേടിലേക്ക് വരുമെന്ന്. എന്തുകൊണ്ടാണ് രോമസിംഹൻ ചാവണമെന്ന് ആഗ്രഹിക്കുന്നത്? അതിൻ്റെ ഉള്ളിലൊരു കാര്യം ഉണ്ടാവില്ലേ? അതിലൊരു കാര്യമില്ല രാമസിംഹണ്ണ. പണ്ട് താനൊരു മനുഷ്യനായി ജീവിച്ചിരുന്നു, പറയാൻ അന്തസ്സുള്ളൊരു തൊഴിലുണ്ടായിരുന്നു, ഒരു സിനിമ ഡയറക്ടറായിരുന്നു എന്ന് പറയായിരുന്നു. അതിൻ്റെ ഇടയിൽ തനിക്ക് സാമ്പത്തിക ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും കടബാധ്യതകളൊക്കെ വന്നിരിക്കാം, സ്വാഭാവികം, മനുഷ്യനല്ലേ, അതെല്ലാം വരും, സഹജമാണതെല്ലാം. പക്ഷെ തൻ്റെ ഇപ്പോഴത്തെ ജീവിതം എന്താണ്? സംഘികൾക്ക് സ്വന്തം മതത്തെ കൂട്ടിക്കൊടുത്തുകൊണ്ടും അടിയറ വെച്ചുകൊണ്ടും സംഘികളുടെ കോണകമലക്കി വിളിപ്പിച്ചുകൊണ്ടും സംഘികളെ സൂചിപ്പിച്ചുകൊണ്ടും സംഘികളുടെ മുന്നിൽ കയ്യേന്തിക്കൊണ്ട് നിൽക്കുന്ന പരനാറിയ ജീവിതമാണ് തൻ്റേത്. അപ്പോൾ സ്വാഭാവികമായിട്ട് ആരെങ്കിലും ചോദിക്കും, തനിക്ക് ഇങ്ങനെ ജീവിക്കണേക്കാളും നല്ലത് പോയി ചത്തൂടടാന്ന്. അത് കമൻറ്റ് വഴിയായും ചോദിച്ചിരിക്കാം, പോയി ചത്തൂടേന്ന്. അതെ, അവരെ കുറ്റം പറയാൻ പറ്റില്ല രാമസിംഹണ്ണ. അത് തൻ്റെ കയ്യിരിപ്പ് കൊണ്ട് സംഭവിക്കുന്നതാണ്, സ്വാഭാവികം. രാമസിംഹനെ ഇല്ലാതാക്കുക. രാമസിംഹൻ ഇല്ലാതായാൽ ആർക്കാണ് ഗുണം? ആർക്കും ഒരു ലാഭവും ഇല്ല എൻ്റെ രാമസിംഹ അണ്ണ. ഇപ്പൊ രാമസിംഹ അണ്ണൻ എന്ന് പറയുന്നത് ഒരു സെപ്റ്റിക് ടാങ്ക് ആയിട്ട് നമുക്കൊന്ന് ഉപമിക്കാം. ആ സെപ്റ്റിക് ടാങ്ക് പൊട്ടി ഒലിച്ചു കഴിഞ്ഞാൽ ആ സെപ്റ്റിക് ടാങ്കിന് ചുറ്റുപാടും താമസിക്കുന്ന വീട്ടുകാർക്ക് ആ സ്മെല്ലുണ്ടാകും. അപ്പോൾ ആ വീട്ടുകാരെന്ത് ചെയ്യും? ആ സെപ്റ്റിക് ടാങ്കിനെ മൂടും. പിന്നീട് ആ വീട്ടുകാർക്ക് ആ വാസനയില്ലാതെ ജീവിക്കാൻ കഴിയും. അത്രയേ ഉള്ളൂ ഈ രാമസിംഹ എന്ന് പറയുന്നത്. അല്ലാതെ ഈ രാമസിംഹൻ എന്ന് പറയുന്നത് ഇന്ത്യ മഹാരാജ്യത്തിനെ കാക്കുന്ന മഹാന്മാരിൽപ്പെട്ട ഒരു മഹാനൊന്നല്ലല്ലോ ഈ രാമസിംഹൻ എന്ന് പറയുന്നത്. അതുമല്ലെങ്കിൽ കേരളത്തിലെ പാവപ്പെട്ടവരുടെ കണ്ണീരൊപ്പാൻ വന്ന നന്മമരവും അല്ലല്ലോ ഈ രാമസിംഹൻ എന്ന് പറയപ്പെടുന്നത്. കേവലം സംഘികളെ സൂചിപ്പിച്ചുകൊണ്ട് ജീവിതം മുന്നോട്ട് നയിക്കാൻ പരിശ്രമിക്കുന്ന ഒരു ചിങ്കം രാമസിംഹൻ. അത്രയൊക്കെ ബിൽഡപ്പ് മതി ചിങ്കമേ. ഓവർ ബിൽഡപ്പൊന്നും വേണ്ട. അല്ലെങ്കിൽ ആർക്ക് വേണം രാമസിംഹനെ? ആർക്ക് വേണം? സംഖ്യകൾക്ക് പോലും വേണ്ട. പ്രത്യേകിച്ച് ഈ രാമസിംഹൻ എന്ന നാമത്തിന് ഒരു പ്രത്യേകതയുണ്ട്. 1947 ആഗസ്റ്റ് 2-ാം തീയതി വെട്ടി നുറുക്കി കൊലപ്പെടുത്തിയ ഒരു വ്യക്തിത്വമാണ് രാമസിംഹൻ. എന്തിനായിരുന്നു രാമസിംഹനെ കൊന്നത്? ഇസ്ലാം മതം ഉപേക്ഷിച്ച് ഹിന്ദുമതം സ്വീകരിച്ച കാരണത്താൽ അന്നത്തെ ഇസ്ലാമിസ്റ്റുകൾ കൂടിച്ചേർന്ന് വെട്ടി നുറുക്കി കൊലപ്പെടുത്തിയ വ്യക്തിയാണ് രാമസിംഹൻ. ഓഹോ, അങ്ങനെയാണോ? അപ്പൊ ഇവിടെ ഇരുന്ന് വീഡിയോ എടുത്തുകൊണ്ട് ആ വീഡിയോയിൽ സംസാരിക്കുന്ന രാമസിംഹൻ മരിച്ചുപോയ രാമസിംഹന്റെ പ്രേതമാണോ?
ഇസ്ലാമിസ്റ്റുകളെല്ലാം കൂടി വെട്ടിക്കൊന്നു എന്ന് പറയപ്പെടുന്ന രാമസിംഗൻ ഫാമിലിയോടുകൂടി ഇസ്ലാം മതത്തെ ആക്ഷേപിച്ചുകൊണ്ട് ഷോർട്ട് ഫിലിം എടുത്ത് തിമിർത്താടുകയാണല്ലോ വീട്ടിലിരുന്നു കൊണ്ട്. എന്തായി കുരുപ്പേ കാണിക്കുന്നത്? ഡാൻസ്. എന്ത് ഡാൻസ്? നിങ്ങൾക്ക് അറിയില്ല? സിനിമാറ്റിക് ഡാൻസ് അറിയില്ല? നിങ്ങൾക്ക് ഡാൻസ് നമുക്ക് ഹറാമല്ലേന്ന്? എന്ത് തറാമേ? കുട്ടികളെ പഠിപ്പിക്കുന്ന നിങ്ങൾക്ക് ഹറാമേ? അല്ല കോയ, ഓളെ കുട്ടികളെ ഇനി ആയിക്കോട്ടെ. അപ്പൊ ഇസ്ലാമിസ്റ്റുകളെല്ലാം വെട്ടിക്കൊന്ന രാമസിംഗത്തിന്റെ അടുത്ത കഥ പറ, കേൾക്കട്ടെ. അന്നത്തെ ഇസ്ലാമിസ്റ്റുകളുടെ പിന്തുണക്കാരായിട്ടുള്ള ഇസ്ലാമിസ്റ്റുകൾ ഇന്നും ഇവിടെ ജീവിച്ചിരിപ്പുണ്ട്. രാമസിംഹനെ കൊന്നതിൽ അഭിമാനം കൂറുന്ന ഇസ്ലാമിസ്റ്റുകൾ. ആ ഇസ്ലാമിസ്റ്റുകൾക്ക് മറ്റൊരു രാമസിംഹൻ അതേ പാതയിൽ ഇസ്ലാം വിട്ട് ഹിന്ദുമതം സ്വീകരിച്ച് മറ്റൊരു രാമസിംഹൻ പുനർജനിച്ചാലുണ്ടാകുന്ന വൈഷമ്യം പ്രത്യേകിച്ച് പറയേണ്ടതുണ്ടോ? എന്റെ പൊന്നാര രാമസിംഹ, നീ ഇടക്കിടയ്ക്ക് ഇസ്ലാമിസ്റ്റുകൾ എന്നെ വെട്ടിക്കൊന്നു, കത്തിക്കൊണ്ട് കുത്തിക്കൊന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഇടക്കിടയ്ക്ക് പറയുന്നത് ആരെയൊക്കെ സൂചിപ്പിക്കാൻ വേണ്ടിയാണുള്ളത് വ്യക്തമായിട്ട് ഞങ്ങൾക്കറിയാം. താൻ ഇസ്ലാം മതത്തിൽ നിന്ന് ഹിന്ദു മതം സ്വീകരിച്ചത് എന്തിനു വേണ്ടിയാണെന്നും വ്യക്തമായിട്ട് അറിയാം. വെറും പണത്തിന് വേണ്ടി മാത്രമാണ്. താൻ സംഖ്യകളെ പറ്റിച്ചുകൊണ്ട് കുറച്ച് സിനിമകളൊക്കെ പിടിക്കാമെന്ന് തീരുമാനിച്ചു. അങ്ങനെയാണ് സംഖ്യകളെ പറ്റിച്ചുകൊണ്ട് പുഴ മുതൽ പറി വരെ എന്നുള്ളൊരു സിനിമ എടുത്ത് 8 നിലയിൽ പൊട്ടിയപ്പോൾ സംഖ്യകൾക്ക് മനസ്സിലായി തന്നെ കൊണ്ട് ഒരു തേങ്ങയ്ക്കും കൊള്ളില്ല എന്ന് മനസ്സിലായപ്പോൾ സംഖ്യകൾ മനഃപൂർവ്വം തന്നെ ഒഴിവാക്കിയതാണ്. പിന്നെ താനിപ്പോൾ ഇവിടെ വന്നുകൊണ്ട് തൻ്റെ ഈ ഫിലോസഫി വിളമ്പുന്നത് എന്തിനാ അറിയോ? കുറച്ച് ആൾക്കാരെ സൂചിപ്പിക്കാനാണ്, കുറച്ച് ആൾക്കാരുടെ പ്രീതി പിടിച്ചു പറ്റാനാണ്, കുറച്ച് സംഖ്യകളുടെ പ്രീതി പിടിച്ചു പറ്റണം, കുറച്ച് ഹിന്ദുക്കളുടെ പ്രീതി പിടിച്ചു പറ്റണം. കള്ളത്തരമായിട്ട് കാര്യനേട്ടത്തിനായിട്ട് മതം മാറിയ എല്ലാ നാറുകളും ചെയ്യുന്ന പരിപാടി തന്നെയാണോ ഈ ഫിലോസഫി പറഞ്ഞ് സെന്റിമെന്റ് അടിച്ച് പ്രീതി പിടിച്ചു വെക്കാൻ ശ്രമിക്കുന്നത്? അത് തന്നെയാണോ താൻ ഇവിടെ ചെയ്യുന്നത്? പിന്നെ കുറച്ച് മുസ്ലിങ്ങൾ തന്നെ തെറി പറഞ്ഞിട്ടുണ്ടാവും. അതെന്തുകൊണ്ടാ? താൻ മാന്യം മര്യാദയ്ക്കാണ് ഹിന്ദുമതം സ്വീകരിച്ചിട്ട് തൻ്റെ പണി നോക്കി പോവുകയാണെങ്കിൽ മുസ്ലിങ്ങളൊന്നും തന്നെ തെറി പറയാൻ പറ്റില്ലായിരുന്നു. പക്ഷേ താൻ സംഘികളെ പ്രീതിപ്പെടുത്തി സുഖിപ്പിച്ച് നിർത്തണമെങ്കിൽ ഇസ്ലാം മതത്തെ നോക്കി കുരയ്ക്കണമല്ലോ. അങ്ങനെ ഇസ്ലാം മതത്തെ നോക്കി കുരച്ചപ്പോഴാണ് കുറച്ച് മുസ്ലിങ്ങൾ തന്നെ നോക്കി തെറി പറയാൻ തുടങ്ങിയത്. മനസ്സിലായ? പിന്നെ അതൊക്കെ സ്വാഭാവികമല്ലോ. ഇപ്പൊ സന്ദീപ് വാര്യർ BJP-യിൽ നിന്നും കോൺഗ്രസിലേക്ക് വന്നില്ലേ? അപ്പൊ തന്റെ BJP-ക്കാർ സന്ദീപ് വാര്യറിനെ തന്തയ്ക്കും തള്ളയ്ക്കും വിളിച്ചുകൊണ്ട് ആക്ഷേപിക്കുന്നുണ്ടല്ലോ. എന്നിട്ട് സന്ദീപ് വാര്യർ അതും പറഞ്ഞുകൊണ്ട് നടക്കുകയാണോ? അല്ലല്ലോ. പിന്നെ താനിപ്പോ ഇവിടെ നിന്ന് ഈ ഫിലോസഫി പറയുന്നത് സംഘികളെയും കുറച്ച് ഹിന്ദുക്കളെയും പ്രീതി പിടിച്ചു പറ്റാൻ വേണ്ടിയാണ്. കാര്യനേട്ടത്തിന് വേണ്ടി മതം മാറിയ എല്ലാ മതം മാറ്റ നാരികളും പറയുന്ന ഒരു ഡയലോഗ് തന്നെയാണോ, ഈ ഫിലോസഫി തന്നെയാണോ താൻ ഇവിടെ ഇരുന്ന് ഇപ്പൊ വളർത്തിക്കൊണ്ടിരിക്കുന്നത്? മനസ്സിലായ? ഇത് വെച്ചിട്ട് കുറെ പൊട്ടന്മാരെ സംഘികളെയും കുറച്ച് ഹിന്ദുക്കൾ പൊട്ടന്മാരുണ്ടാവും, അവരെയൊക്കെ പറ്റിക്കാൻ പറ്റും. പറ്റേ? എല്ലാവരെയും തൻ്റെ ഈ ഫിലോസഫി പറഞ്ഞ് പറ്റിക്കാൻ കഴിയില്ല. ഇല്ല, അത് തന്നെയാണ് അവരുടെ പ്രശ്നം. തങ്ങളുടെ മതത്തിൽ നിന്ന് പുറത്തു പോയവരൊക്കെ ചാവണം, എത്രയും പെട്ടെന്ന് ചാവണം. ചത്തില്ലെങ്കിൽ വേണ്ടിയില്ല, അവരുടെ നാവ് കുഴഞ്ഞു പോയാലും കുഴപ്പമില്ല, നാവ് കുഴയട്ടെ. അവര് സാധാരണ പ്രാർത്ഥിക്കുന്നത് അതാണ്. ഈ പറയുന്ന സമുദായത്തിന് പുറത്തുള്ളവരൊക്കെ തീരട്ടെ എന്ന് സർവശക്തനോട് പ്രാർത്ഥിക്കുന്ന ഒരു സമൂഹമായതുകൊണ്ട് തന്നെ രാമസിംഹൻ ചത്തില്ലേ എപ്പോൾ ചാവും എന്ന് ആഗ്രഹിക്കുന്നതിൽ ഒരു തെറ്റുമില്ല. കാരണം പിന്നെ തന്നെ പോലുള്ള നാടുകൾ ചാവാൻ വേണ്ടി കാത്തുകെട്ടി കിടക്കണമല്ലോ മുസ്ലിങ്ങളെ. അവർക്ക് വേറെ പണിയുണ്ട്. രാവിലെ കുടുംബവും കുട്ടികളെയൊക്കെ നോക്കണമെങ്കിലേ പണിക്ക് പോകേണ്ടി വരും. അല്ലാതെ ഏത് മുസ്ലിമടോ മറ്റൊരു മതത്തെ ആക്ഷേപിച്ചുകൊണ്ട് കളിയാക്കിക്കൊണ്ട് വീഡിയോ ചെയ്തുകൊണ്ട് കാശുണ്ടാക്കുന്നത് ഏതെങ്കിലും ഒരു മുസ്ലിങ്ങളെ കാണിച്ചാണ് അവരെ അറിയും. തന്നെപ്പോലുള്ള നാടുകളുണ്ടല്ലോ ഇസ്ലാം മതം വിട്ടുവന്നു, മുസ്ലിമാണെന്ന് പറയുന്ന തന്നെപ്പോലുള്ള നാടുകൾ ഇസ്ലാം മതം വിട്ടു എന്നുള്ള പേര് മാത്രമേ ഉള്ളൂ. പക്ഷേ 24 മണിക്കൂർ ഇസ്ലാം മതത്തിൻ്റെ പരദൂഷണം പറഞ്ഞ് അതിൽ കിട്ടുന്ന കാശും വെച്ച് നക്കി തിന്നുന്ന നാടുകൾ നിന്നെപ്പോലുള്ള നാടുകൾ. ഇപ്പം താനും തൻ്റെ കുടുംബമൊക്കെ കൂടിയിട്ട് ഷോർട്ട് ഫിലിം എടുത്തുകൊണ്ട് ഇസ്ലാം മതത്തിനെ വളരെ മോശമായി ആക്ഷേപിച്ചുകൊണ്ട് ഷോർട്ട് ഫിലിം എടുത്തുകൊണ്ട് യൂട്യൂബിനകത്ത് അപ്ലോഡ് ചെയ്ത് ഉണ്ടാക്കുന്നുണ്ടല്ലോ. അതെന്തിനു വേണ്ടിയാ? ഇസ്ലാം മതത്തിന് പരദൂഷണം പറഞ്ഞ് കിട്ടുന്ന കാശ് മോഹിച്ചുകൊണ്ടല്ലടാ. എല്ലില്ലാത്ത നാവ് കൊണ്ട് ഇങ്ങനെ പച്ചക്കള്ളം വിളിച്ചു കൂവല്ലടാ, കൂവല്ല. അതാണ് അവരുടെ മതം. തങ്ങളിൽ നിന്ന് ആരെങ്കിലും പുറത്തേക്ക് പോയാൽ അവർ കൊല്ലപ്പെടണം, അതല്ലെങ്കിൽ ഇല്ലാതാവണം എന്ന് ചിന്തിക്കുന്നവരാണ്. എങ്ങനെ നാറി ഒരു മനക്കുത്തും ഇല്ലാതെ ഇസ്ലാം മതത്തിന് നേരെ ഇങ്ങനെ പച്ചക്കള്ളങ്ങൾ വിളിച്ചു പറയാൻ നിനക്ക് ധൈര്യം കിട്ടുന്നത്? ഇതൊക്കെ നിന്റെ ഒരു മനക്കുത്തും ഇല്ല നിനക്കൊന്നും പറയാൻ? ഇതൊക്കെ നിന്റെ രക്തത്തിൽ കലർന്നതാണോ? ഇസ്ലാം മതം വിട്ടു വന്നവരെയൊക്കെ മുസ്ലിങ്ങൾ കൊന്നൊടുക്കുകയാണെന്നൊക്കെ.
അങ്ങനെയാണെങ്കിൽ നീയും ആരിഫ് ഹുസൈനും ജാമിദൊന്നും ഇപ്പൊ ജീവിച്ചിരിപ്പുണ്ടാവില്ലടാ. ഇവരൊക്കെ ഇസ്ലാം മതം വിട്ടുവന്നുകൊണ്ട് ഇസ്ലാം മതത്തിന്റെ പച്ചർച്ച തിന്നുകൊണ്ട് ശരീരം വീർപ്പിച്ച് തിന്ന് കൊഴുക്കുക എന്നല്ലാതെ ഏതെങ്കിലും ഒരു മുസ്ലിം ചെറിയൊരു പിച്ചാത്തി വെച്ചുകൊണ്ട് ചെറിയൊരു കീറലെങ്കിലും ഇട്ടിട്ടുണ്ടോ? നാറികളെ ഇട്ടിട്ടുണ്ടോ? മറിച്ച് ഇസ്ലാമായതിൻ്റെ പേരിൽ കൊടിഞ്ഞ് ഫൈസലിനെ ഇതിൻ്റെ RSSകാരും BJPക്കാരും കൂടി വെട്ടി നുറുക്കി കൊലപ്പെടുത്തിയതാ. മറന്നുപോയിട്ടോ അതൊക്കെ? കൊടിഞ്ഞ് ഫൈസലിനെ കൊന്നത്. അങ്ങനെ ഒരു 6 വയസ്സായ പെൺകുട്ടിനെ, മുസ്ലിമായ ഒരു പെൺകുട്ടിനെ അമ്പലത്തിനകത്ത് വെച്ചിട്ട് 6 ദിവസം പീഡിപ്പിച്ച് കൊലപ്പെടുത്തിയത് മറന്നുപോയോ? പശുവിൻ്റെ പേരിൽ എത്ര മുസ്ലിങ്ങളെ കൊന്നുപിടിക്കിരിക്കുന്നു, ബീഫിൻ്റെ പേരിൽ എത്ര മുസ്ലിങ്ങളെ കൊന്നുപിടിക്കിരിക്കുന്നു, ജയ് ശ്രീറാം വിളിക്കാത്തതിൻ്റെ പേരിൽ എത്ര പാവപ്പെട്ട മുസ്ലിങ്ങളെ കൊന്നുപിടിക്കിരിക്കുന്നത്. എടാ സംഘികളാണോ ഇസ്ലാം മുസ്ലിങ്ങളെ മൊത്തം കൊന്നൊടുക്കിക്കൊണ്ടിരിക്കുന്നത്? അല്ലാതെ ഒരു മുസ്ലിമും ഇസ്ലാം മതം വിട്ടുപോയതിൻ്റെ പേരിൽ ഒരു നാറിനെയും കൊന്നൊടുക്കിയിട്ടില്ലടാ. പച്ചക്കള്ളം വിളിച്ചു പറയാതെ എണീറ്റ് പോടാ നാറി.